നമ്മുടെ ഭഗവാനെ താമരക്കണ്ണാന്ന് വിളിക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ കണ്ണുകളാണ് ഈ താമരക്കണ്ണുകൾ. ആ കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ഒരിക്കൽ ഭഗവതി അമ്പലത്തിന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റിയിട്ട് ഭഗവതി അന്നേ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഭക്തൻ വന്നിട്ട് ഭഗവതി അമ്മേനെ നമസ്കരിച്ചു. കാതോളം വിലസും കടാക്ഷമിഴി കൊണ്ട് എന്നെ ഈ ക്ഷണം നോക്കിയിടുകിൽ ചേതമ്മന്നീടുമോ നിനക്കു തിരുമാന്താം കുന്നിലമ്മേ എന്ന് പറഞ്ഞിട്ടാണ് നമസ്കരിക്കണത്. അതായത് ഈ കാതോളം വിലസുന്ന കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കിക്കൂടെ നിനക്ക് എന്നാണ് ചോദിക്കണേ. അപ്പൊ ഭഗവാനെ ആ കാതോളം വിലസുന്ന കണ്ണുകളാ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്ര ഭംഗിയുള്ള കണ്ണുകളാണോ ഭഗവതി അമ്മയ്ക്ക് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പൊ അടുത്ത ആള് വന്നിട്ട് നമസ്കരിച്ചു, അംബുജാക്ഷി എന്ന് വിളിച്ചു. പിന്നെ അടുത്ത ആള് കമലദളാക്ഷി എന്ന് വിളിച്ചു. വേറൊരാൾ വന്നിട്ട് മീനാക്ഷി എന്ന് വിളിച്ചു. അപ്പൊ പിന്നെ ഭഗവാന് ഇരിക്കപ്പുറതിയില്ലാതായിട്ടോ. കാരണം ഇത്ര ഭംഗിയുള്ള കണ്ണുകളാണോ ഭഗവതി അമ്മയ്ക്ക്? ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ആ കണ്ണുകളുടെ ഭംഗി. തന്റെ കണ്ണുകൾ അത്ര പോരാ. ഒരു സങ്കടം വന്നു. അപ്പൊ പട്ടേരിപ്പാട് സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടെ കാതോളം വിലസുന്ന കണ്ണുകളാണെങ്കിൽ ഇവിടെ വീടോളം വിലസുന്ന കണ്ണുകളാണെന്ന് പറഞ്ഞിട്ട്. എന്നാലും കണ്ണത്ര പോരാ. അതൊന്ന് ശരിയാക്കണല്ലോ. ഈ മീനാക്ഷി എന്നുള്ളത് മനസ്സിൽ കിടന്നേ. അപ്പൊ മീനാക്ഷി മീനാക്ഷി മീൻ മീൻ എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് സത്യവ്രതൻ വിളിക്കുന്നത്. അപ്പൊ തന്നെ മീനായിട്ട് അവതരിച്ചു. മത്സ്യാവതാരം നോക്കിയപ്പോ അവനാൻ തന്നെയാ മീനായത്. കണ്ണുകളല്ല, കണ്ണുകളുണ്ട കണ്ണുകളല്ലേ. അപ്പൊ അത് ഭംഗിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത തവണ നോക്കാന്ന് വിചാരിച്ചിട്ട് കൂർമ്മമായിട്ട് അവതരിച്ചു. അപ്പൊ കൂർമ്മ എപ്പോഴും വെള്ളത്തിനടിയിലല്ലേ. കണ്ണുകൾ ആരാ കാണുക? ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ അത് ആ തോടിനുള്ളിലേക്ക് തല എപ്പോഴും വലിക്കും. അപ്പൊ കണ്ണ് കാണും ചെയ്യില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വരാഹമായിട്ട് അവതരിക്കുന്നത്. വരാഹത്തിന്റെ കണ്ണുകൾക്ക് ഒരു ഭംഗിയില്ലല്ലോ. അപ്പൊ പിന്നെയും സങ്കടമായി. അങ്ങനെ പ്രഹ്ലാദം വിളിച്ചപ്പോ തൂണിനുള്ളിൽ നിന്ന് നരസിംഹമായിട്ട് അങ്ങടെ അവതരിച്ചു. തപ്ത സ്വർണ്ണ സവർണ ഗൂർണാതിരൂക്ഷാക്ഷം, അതായത് തീക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകളായിട്ടാണ്. നോക്കാൻ തന്നെ പേടിയാകും. അപ്പോഴും കണ്ണുകളുടെ ഭംഗി ആർക്കും കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാമനനായിട്ട് അവതരിക്കുന്നത്. നോക്കിയപ്പോൾ നളിനായുധേക്ഷണൻ താമരക്കണ്ണൻ തന്നെയാ. പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചത് ആ വാമനത്വത്തെയാണ്, അതായത് ഉയരക്കുറവിനെ ശ്രദ്ധിച്ചേ. അപ്പോഴും സങ്കടമായി. അങ്ങനെ ഇരിക്കുമ്പോൾ പരശുരാമനായിട്ട് അവതരിച്ചു. പരശുരാമനാണെങ്കിലോ ഈ ക്ഷത്രിയന്മാരെയൊക്കെ വധിക്കാൻ നടക്കുക. കണ്ണുകളിൽ കോപാഗ്നിയാണ്. അപ്പൊ നോക്കാൻ തന്നെ പേടിയാവും എല്ലാവർക്കും. അവിടെയും ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീരാമനായിട്ട് അവതരിക്കണേ. അപ്പോൾ കുറച്ച് സമാധാനമായി. രാമ രാജീവ ലോചന എന്നാ വിളിക്കുന്നത്. അപ്പൊ സന്തോഷമായെങ്കിൽ കൂടെ ഈ രാജീവം താമര എന്ന് പറയണത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അത് വിടരും, പിന്നെ അത് വൈകിട്ട് അത് വാടിപ്പോകും. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങുന്നവനാണോ താൻ എന്നുള്ള ഒരു ധ്വനി അതിലുണ്ടെന്ന് തോന്നി. അപ്പൊ അവിടെയും കുറച്ച് സങ്കടം വന്നു. അപ്പോഴാണ് ബലരാമേട്ടനായിട്ട് അവതരിക്കുന്നത്. നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള കണ്ണുകളാ. ബലരാമേട്ടനാണെങ്കിലോ കുറച്ച് സേവിക്കും. അതുകൊണ്ട് കണ്ണുകളൊക്കെ കലങ്ങിയിട്ടാ. അപ്പോഴും ഭംഗി കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണനായിട്ട് അവതരിച്ചു. അപ്പോഴാണ് നല്ല ഭംഗിയുള്ള താമര കണ്ണുകൾ ഭഗവാന് ലഭിച്ചത്. ഗോപികമാർക്ക് എത്ര വർണ്ണിച്ചാലും അത് തീരില്ല. കരിങ്കൂവളം പോലെയുള്ള കണ്ണുകൾ എന്നാ പറയുന്നത്. പട്ടേരിപ്പാട് പറയുന്നുണ്ട് കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ എന്ന്. അങ്ങനെ നല്ല ഭംഗിയുള്ള കണ്ണുകൾ കുറേ കാത്തിരുന്നിട്ടാണ് ഭഗവാന് ലഭിച്ചത്. അതുകൊണ്ടാണ് താമരക്കണ്ണാന്ന് വിളിക്കുമ്പോൾ ഭഗവാന് ഇത്രയ്ക്കും ഇഷ്ടം.